ചേച്ചി, ശുനക സമുദായത്തിന് തന്നെ അപമാനമാണ് മിക്കു ചേച്ചി. ഒരെലിയെ പിടിക്കാൻ ഇതുവരെ അറിഞ്ഞൂടാന്ന് പറഞ്ഞാല് എന്തൊരു നാണക്കേട് നമ്മുടെ സമുദായത്തിന് തന്നെ. നീ പിടിച്ചിട്ടുണ്ടോടി? ഇതുവരെ ഒരെണ്ണത്തെങ്കിലും നീ പിടിച്ചിട്ടുണ്ടോടി? എടി കൊച്ചുങ്ങളെ, തമ്മി തല്ലിക്കൊണ്ടിരിക്കാതെ ഉണ്ട ചോറിന് നന്ദി കാണിക്കടി. വല്ലപ്പോഴെങ്കിലും ആ മേലൊക്കെ നനങ്ങട്ടെ. ആ കൊച്ചുങ്ങളുടെ ഡ്രസ് ഇരിക്കുന്ന അലമാരിയിലോ എവിടൊക്കെ ഉണ്ട് എലികള് പെറ്റ് വെളിയെ കിടക്കുക. പിങ്കു, നീ അങ്ങോട്ട് പോയി നോക്ക്. മിക്കു അലമാര വണ്ടി കയറി നോക്ക്. തള്ളേ, മിണ്ടാതെ വായും പൂട്ടി ഇരുന്നോണം. പണിയിപ്പിക്കാൻ നടക്കുന്നു. നിങ്ങൾ എത്ര നാളെ എന്തോ പണി ചെയ്തിട്ടുണ്ട്? കുറെ പ്രസവിച്ച് കൂട്ടിയതല്ലാതെ എന്തെങ്കിലും പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അജ്ഞാപിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഇത്ര നേരം നോക്കിയില്ലയോ? ഇനി ചേച്ചി നോക്ക. ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ. ല്ലോ അത് കണ്ടുപിടിക്കാനല്ലേ അമ്മച്ചി നമ്മളെ ഏൽപ്പിച്ചത്. അല്ലാതെ എലി വന്ന് പറയുമോ ഞങ്ങൾ ഇവിടെ ഇരുന്നാ കരയുന്നതിന്നാ നിങ്ങൾ വന്ന് ഞങ്ങളെ അങ്ങ് പിടിച്ചോന്ന്? അല്ല പിന്നെ എന്തോരം വർത്താനമായി പറയുന്നത്. ചേച്ചി അങ്ങോട്ട് നോക്ക്. നമുക്ക് മണം പിടിക്കാനുള്ള കഴിവ് കിട്ടിയിട്ടില്ലേ? ചേച്ചി അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് നോക്ക്. അയ്യാ, പ്രേതം 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 എന്നെ പേടിപ്പിക്കാൻ വന്നേ കണ്ണാടിയില്. എലിയേ എലിയേ എലിയേ, നീ എവിടെ ഒളിച്ചിരിക്കുവാ എലിയേ? എനിക്ക് പണിയെടുക്കാതിരുന്ന് പണിയെടുക്കാൻ വയ്യ എലിയേ. എലി ഒന്ന് പറഞ്ഞതാ എലിയ, നീ എവിടാന്ന്? എലി, എലിക്കുട്ടി, എലിക്കുട്ടി, ഇനി ഇവിടെങ്ങാനും ഉണ്ടോ എലിക്കുട്ടി? വീണ്ടും പ്രേതം എന്നെ പേടിപ്പിക്കുന്നേ. എന്നാൽ ഇപ്പോഴത്തെ എലികൾക്ക് എന്തൊരു അഹങ്കാരവാ! ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പാടുണ്ടോ? അമ്മച്ചിയുടെ അടുത്ത് ഞാൻ ഇനി എന്തോ പറയും? നാണം കെട്ട ജന്മമായി പോയല്ലോ എല്ലാം. ഒരു ഐഡിയ പ്രയോഗിച്ച് നോക്കാം ചേച്ചി. നീ എന്റെ കുന്തയിലാൻ പ്രയോഗിച്ച എലിയെ ഒന്ന് പിടിക്കേ. ഓക്കെ, ചേച്ചി എന്നെ അഭിനന്ദിക്കാൻ തയ്യാറായിട്ട് നിന്നോളൂ. പ്രിയപ്പെട്ട ഈ വീട്ടിലെ എലികളുടെ ശ്രദ്ധയ്ക്ക്, പിങ്കുവുമായിട്ടൊരു സമാധാന ചർച്ചയ്ക്ക് നിങ്ങൾക്ക് തയ്യാറാണോ? എങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. തൽക്കാലം നിങ്ങൾ എൻ്റെ കൂടെ വരൂ. ഞാൻ നിങ്ങളെ വിട്ടയക്കുന്ന കാര്യം ഓക്കെ ആക്കാം. നിങ്ങളുടെ ജീവന് ഒരു ഭീഷണിയില്ല. അതേസമയം 3-4 കണ്ടം പൂച്ച ഇവിടെ നടപ്പുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയ നിങ്ങളുടെ ജീവൻ പോലും ബാക്കി കാണത്തില്ല. ഈ പിങ്കുവിനെ വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ വരൂ. എന്റെ വായിന് വെള്ളം പറ്റി. മിക്കുച്ചേച്ചിയുടെ വായ കരിയുമായി, അല്ലാതൊന്നും സംഭവിച്ചില്ല. മിക്കുച്ചേച്ചിയുടെ കരിപുരണ്ട ജീവിതം പാവം വാലെ കരിയായിപ്പോയി.